വെള്ളിയൂർക്കാവിലാണ്. അപ്പോൾ വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ് മാനന്തവാടിയുള്ള വെള്ളിയൂർക്കാവിലെ ഉത്സവം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൂരെയാണ്. അവിടുന്ന് പാലത്തിൻ്റെ അവിടുന്ന് നോക്കുമ്പോൾ തന്നെ കാണാം ഫുള്ള് ലൈറ്റാണ് കാവിലേക്ക് വെച്ചിരിക്കുന്നത്. അവിടുന്ന് ഞങ്ങൾ ആദ്യം തന്നെ ഐസ്ക്രീം മേടിച്ചു. കാണുമ്പോൾ കുറച്ചാണെങ്കിലും കഴിക്കുമ്പോൾ നല്ല ക്വാണ്ടിറ്റിയുള്ള ഐസ്ക്രീമായിരുന്നു അത്. എന്നിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി. ഫസ്റ്റ് ഇങ്ങനെ ഒരു എൻട്രൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് സ്റ്റെപ്പുകളുള്ളൊരു കയറ്റമായിരുന്നു. അത് കയറി നേരെ അമ്പലത്തിലേക്ക് എത്തി. അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ മേലേക്കാവിലെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കഥകളിയൊക്കെ ഉള്ള ദിവസമായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. ഭയങ്കര രസമായിരുന്നു. കഥകളിയിൽ അവർക്ക് മുഖത്തിങ്ങനെ വരയ്ക്കുന്ന കാണാനും പിന്നെ ആ ഒരു ട്രഡീഷണലൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു രസമാണ് കാണാൻ. എന്നിട്ട് ഞങ്ങൾ നേരെ താഴേക്കാവിലേക്ക് പോയി. ഇതായിരുന്നു താഴേക്കാവ്. താഴേക്കാവിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ എപ്പോഴും നട അടച്ചിടാറാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ ഒരു ചായയും ഉഴുന്നുവടയൊക്കെ കഴിച്ചു. മേലേക്കാവ് കയറി ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ക്ഷീണം വരും, അത്രയും സ്റ്റെപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ നേരെ ചന്തയിലേക്ക് ഇറങ്ങി. ഒരുപാട് കമ്മലുകളുണ്ടായിരുന്നു, വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ കമ്മൽസൊക്കെ എടുത്തു. കാരണം വലിയൊരു റേറ്റും ഇല്ല, എന്നാൽ ഒരുപാട് കളക്ഷൻസും ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ കുപ്പിവളകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ബേസിക്കലി കുപ്പിവളയൊന്നും ഇടാറില്ല, പക്ഷെ എന്നാലും കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഡൻസിയാണ് ഇടാൻ വേണ്ടിയിട്ട്. ഇത്തവണ കാവിൽ പുതിയ കുറേ റൈഡ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും കാലം വരാത്ത റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷേ ഇതിലൊന്നും കയറിയില്ല. ഞങ്ങൾ മെയിനായിട്ട് തോണിയിലും അതേപോലെ തന്നെ ഡാൻസും കപ്പിലൊക്കെയാണ് കയറിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ തോണിയിലേക്ക് ടിക്കറ്റൊക്കെ എടുത്തു. അച്ഛൻ താഴെ തന്നെ നിന്നു, കയറിയില്ല. ഞങ്ങൾ കയറി. ഹൈറ്റിലെത്തിയപ്പോൾ ഭയങ്കര രസമായിരുന്നു തോണിയിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആദ്യമൊന്നും പേടി വന്നില്ല, പിന്നെ ഞാൻ ഫോൺ എടുത്തപ്പോഴത്തേനും എനിക്ക് നല്ല പേടി വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ ഡാൻസിങ് കപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയി. അച്ഛൻ പോയിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ എടുത്ത് തന്നു. അങ്ങനെ ഞങ്ങൾ ഡാൻസിങ് കപ്പിൽ കയറി. ഡാൻസിങ് കപ്പ് കയറി ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ വീണ്ടും ചന്തയിലോട്ട് തന്നെ പോയി. അവിടുന്ന് ഞങ്ങൾ വീണ്ടും കമ്മലുകളിലേക്കൊക്കെ നോക്കി. പിന്നെ 2-3 കമ്മലൊക്കെ വീണ്ടും എടുത്തു. പിന്നെ ഞങ്ങൾ മുളക് ബജിയും കോളിഫ്ലവർ ബജിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു അവിടുത്തെ മുളക് ബജിക്കും കോളിഫ്ലവറിനൊക്കെ. ഇത്തവണ നല്ല റേറ്റ് ഉണ്ട്, എന്നാലും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 12:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ആ ഒരു ടൈം ആകുമ്പോഴത്തേനും റൈഡൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ബൈ ബൈ.